ഇന്നത്തെ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും പൗരുഷം തോന്നുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളയിൽ പറയുന്ന പൗരുഷത്തിന് ഒരു തെളിവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് മീശ എന്ന് പറയുന്നത്. അതോടൊപ്പം താടി. ചിലർ താടി മാത്രമായിട്ട് വളർന്നവരുണ്ട്, മീശ മാത്രമായിട്ട് വളർത്തുന്നവരുണ്ട്, മീശയും താടിയുമായിട്ട് വളർത്തുന്നവരുണ്ട്. എന്നാലും ഏതൊക്കെ രീതിയിൽ വളർത്തിയാലും അത് വളരണം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവണം, എന്നാൽ മാത്രമേ അത് ശരിക്കുള്ളൂ. ചിലർക്കൊരു ചെറുതായിട്ട് കുറച്ച് അവിടെ ഇവിടേക്കായിട്ട് ഉണ്ടാകുന്നുണ്ട്, ചിലർക്ക് ഒട്ടും ഉണ്ടാകാത്തതുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിനു മുമ്പ് welcome to my channel. I am Joby Wailingal. അപ്പോൾ നമ്മൾ ശരിക്കും തിക്കായിട്ടുള്ള നമ്മുടെ മീശയും അതോടൊപ്പം തന്നെ താടിയും ഉണ്ടാകാൻ വേണ്ടിയുള്ള സിമ്പിൾ ഒരു മാജിക് റെമഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സെസമൻ സീഡ് ഓയിലാണ്. സെസമൻ സീഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന എള്ളെണ്ണയാണ്. ഈ എള്ളെണ്ണ വെച്ചാൽ ഏറ്റവും നല്ലത് അതിൻ്റെ ബ്ലാക്ക് സീഡ് ഉള്ള ആ ഒരു എണ്ണയാണ്. സാധാരണ ഇത് രണ്ട് തരത്തിലുള്ള ബ്ലാക്ക് സീഡും അല്ലാത്ത നോർമൽ കളറുള്ള ഏകദേശം ഒരു മഞ്ഞ നിറത്തോട് കൂടിയ സാധാരണ സീഡ് പോലെ തോന്നിക്കുന്ന ആ ഒരു സീഡിൻ്റെ ഉണ്ട്. പക്ഷേ നല്ലത് ബ്ലാക്ക് സീഡിൻ്റെ ഓയിൽ തന്നെയാണ്. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് സീഡിനെ കിട്ടുവാണെങ്കിൽ അത് മാത്രം ഉപയോഗിക്കാം, അതായിരിക്കും ബെസ്റ്റ്. എന്തായാലും നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം, ഒരു സ്പൂൺ. ഇനി രണ്ടാമത് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ 100% പ്യുവർ കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ആവണക്കെണ്ണ. ഈ ആവണക്കെണ്ണ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത്, അതോടൊപ്പം തന്നെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഹെയർ ഗ്രോത്ത് വളരെയധികം ശക്തിയോട് കൂടി ഉണ്ടാകുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് കാസ്റ്റർ ഓയിൽ എന്ന് വെച്ചാൽ. നമുക്കിത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അതല്ലെങ്കിൽ ആയുർവേദ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ഓർക്കുക, 100% പ്യുവർ കാസ്റ്റർ ഓയിൽ മാത്രം മേടിക്കുക. കാരണം സാധാരണ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞു വരുന്ന അതിൻ്റെ അകത്ത് അവർ മറ്റുള്ള എണ്ണകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കാസ്റ്റർ ഓയിലിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ വളരെയധികം തിക്കായിരിക്കും ഈ കാസ്റ്റർ ഓയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് 100% പ്യുവർ ആയിട്ടുള്ള കാസ്റ്റർ ഓയിൽ മാത്രം മേടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ സെയിം എമൗണ്ട് തന്നെ നമ്മൾ ആദ്യം എടുത്തേക്കുന്നതിൻ്റെ ആ അതേ അളവിൽ തന്നെ കാസ്റ്റർ ഓയിലും ഇതുപോലെ തന്നെ ഒരു സ്പൂൺ കാസ്റ്റർ ഓയിലും അതേപോലെ തന്നെ എടുക്കാം. നമുക്ക് എടുക്കുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ സാധിക്കും. ഇതാ നല്ല തിക്കായിട്ടുള്ള ഓയിലാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് വെച്ചത്. അപ്പോൾ എന്താണ് ഇതാ കാസ്റ്റർ ഓയിൽ ഇതാ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഒഴിക്കുക. ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇവിയോൻ 400 എന്നതാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, പച്ച ക്യാപ്സൂൾ. ഇങ്ങനെ ഒരു ക്യാപ്സൂൾ മേടിക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. ഏകദേശം 25 രൂപ മാത്രമേ ഉള്ളൂ ഈ 10 എണ്ണമുള്ള ഒരു സ്ട്രിപ്പിന്. സോ വളരെ ചീപ്പാണ്, നമുക്ക് പലപ്പോഴായിട്ട് ഉപയോഗിക്കാവുന്ന ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ എന്തായാലും വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഒരു ക്യാപ്സൂൾ നമുക്ക് എടുക്കാം. ഈ ഒരു ക്യാപ്സൂൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ആഡ് ചെയ്ത ശേഷം നമുക്ക് ശരിക്കും ഇത് മിക്സ് ചെയ്യാം. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ മീശയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ താടിയുടെ ഗ്രോത്ത് ഒക്കെ വളരെയധികം കൂട്ടാനായിട്ടും അതോടൊപ്പം തന്നെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആക്കാനും നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ സ്കിന്ന് സോഫ്റ്റ് ആകാനും അതോടൊപ്പം ഈ ഹെയർ ഗ്രോത്ത് കൂട്ടാനും സഹായിക്കുന്ന ഈ വൈറ്റമിൻ ഇ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ അകത്താണെങ്കിലും ശരി അല്ലെങ്കിൽ പുറത്താണെങ്കിലും ശരി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ കണ്ടന്റ്. സോ നമുക്ക് ഈ വൈറ്റമിൻ ഇ കണ്ടന്റ് ഇട്ട ശേഷം ശരിക്കും മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓയിൽ നമുക്ക് കിട്ടും. ഈ ഓയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മീശയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മീശയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മീശയുള്ളെങ്കിൽ ആ മീശയുടെ പുറത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം താടിയുടെ പുറത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരല്പം കൂടെ ഗ്രോത്ത് കൂട്ടി വേണമെങ്കിലും ചെറുതായിട്ടൊക്കെ മീശയോ അല്ലെങ്കിൽ താടിയോ ഉള്ളതെങ്കിൽ ആ താടിയും മീശയും ശരിക്കും ഷേവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു രാത്രിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എപ്പോൾ അപ്ലൈ ചെയ്യുന്നു എന്ന് പ്രധാനമല്ല, പക്ഷേ അപ്ലൈ ചെയ്ത് ഏറ്റവും കുറഞ്ഞ 1/2 മണിക്കൂർ അതേപോലെ തന്നെ മീശയിലും താടിയിലും വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കുക, ഇത് ശരിക്കും നല്ല കട്ടിയുള്ള ഓയിലാണ്, തിക്കായിട്ടുള്ള ഓയിലാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ തേക്കുമ്പോൾ മുഖക്കുരു വരുന്നവർക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വെച്ചാൽ മുഖക്കുരു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖക്കുരു നമ്മൾ തേച്ച ശേഷം മുഖക്കുരു നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും തേക്കുന്നതിന് പകരം ഒരാഴ്ചയിൽ 2-3 തവണ മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾ തേച്ചിട്ട് മുഖക്കുരു വരുന്നില്ല എങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ 100% നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയ ശേഷം ഇതുപോലെ ചെറിയൊരു
ചെറിയൊരു ബോട്ടിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. 100% നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കാം. നിങ്ങൾക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു വരുവാണെങ്കിൽ മാത്രം അത് ആഴ്ചയിൽ 2-3 തവണയായിട്ട് മാത്രം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.